നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വരുന്ന നവംബർ 27-ാം തീയതി മുതൽ അനുഗ്രഹം കടന്നു വരുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് കടന്നു വരുന്നത്. ഇവർ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളും മാറുകയാണ്. ഇവരുടെ പ്രയാസങ്ങൾ മാറുന്നു, ഇവരുടെ ദുഃഖങ്ങൾ മാറുന്നു. ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോകുന്നത്. അപ്രകാരമുള്ള 7 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഫലവത്തായിട്ട് പ്രയോജനപ്പെടും. നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറത്തക്ക വിധത്തിൽ ഈശ്വര സഹായത്താൽ ഒരു അനുഗ്രഹം കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ ഈശ്വര കൃപയും ഈശ്വര അനുഗ്രഹവും ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകളുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നവംബർ 27-ാം തീയതി മുതൽ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന 7 നക്ഷത്ര ജാതകർ. അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ എല്ലാവിധ ക്ലേശങ്ങളെയും പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രം തന്നെയാകുന്നു ഈ ഉത്രം നക്ഷത്ര ജാതകരെന്ന് പറയുന്നത്. ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും ഒരു വിരാമം ഇടുവാനായിട്ട് പോവുകയാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ ആട്ടിപ്പായിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം നേടാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നക്ഷത്ര ജാതകർ. രണ്ടാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പൂരുരുട്ടാതിയാകുന്നു. പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിലെ ഭാഗ്യം ഉദിക്കുന്ന ഒരു നക്ഷത്ര ജാതകരാണ്. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മാറ്റിവെച്ച് ഇവരുടെ ജീവിതത്തിലും ഒരു വലിയ കാര്യം സംഭവിക്കും. അത് ചിലപ്പോൾ ഇവരുടെ ജീവിതത്തെയോ അല്ലെങ്കിൽ ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വ്യക്തികളെയോ ഒക്കെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെ ആയിരിക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ആയില്യം നക്ഷത്ര ജാതകരാണ്. പൊതുവെ ആയില്യം നക്ഷത്ര ജാതകർക്ക് നല്ല സമയമല്ലെങ്കിലും ഈ വരുന്ന കുറച്ചു ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കും. ഇവരാഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഇവരുടെ ജീവിതം എത്തിപ്പെടും. കഷ്ടതകളും കണ്ണുനീരുകളും പ്രയാസങ്ങളും എല്ലാം അവസാനിച്ച് ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കും. അപ്രകാരം ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം നേടാൻ കഴിയുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാകുന്നു ഇവർ. ഇനി നാലാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഉന്നത വിജയം നേടാൻ കഴിയുന്ന ഒരു നക്ഷത്ര ജാതകർ. ഇവരുടെ ജീവിതത്തിൽ ഇവർ എന്തെല്ലാം തടസ്സമാണോ അനുഭവിക്കുന്നത്, എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയാണോ ഇവർ കടന്നു പോകുന്നത്, അതിൽ നിന്നൊക്കെ ഇവർ രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അനിഴം നക്ഷത്ര ജാതകരാകുന്നു. അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കും വലിയ രീതിയിലുള്ള ഒരു ഉന്നമനം കാണാൻ കഴിയുന്നുണ്ട്. തടസ്സങ്ങളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ ഒരു ഉയർച്ച നേടുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 6ഉം 7ഉം നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് തൃക്കേട്ടയും അതുപോലെ തന്നെ മൂലവുമാകുന്നു. ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും ഒരു ഉയർന്ന ഉദ്യോഗം അല്ലെങ്കിൽ ഒരു സാമ്പത്തികത്തിലുള്ള ഒരു മാറ്റം, പുതിയൊരു ഭവനം, അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തെയും അതുപോലെ ഈ 7 നക്ഷത്ര ജാതകരുടെ ജീവിതത്തെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കടന്നു വരും. നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കും എല്ലാം ഈശ്വരൻ തക്ക മറുപടി നൽകുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ 7 നക്ഷത്ര ജാതകരുടെയും ഫലം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 7 നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.